എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജോൺ. കൊല്ലം ജില്ലയിൽ കോയള എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. ഞാൻ പ്രവാസി ജീവിതം 15 വർഷം നയിച്ച ആളാണ്. ഞാൻ ആദ്യമായിട്ട് 1975 ദുബൈയിലാണ് പോകുന്നത്. ഒരു മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഫയലിംഗ് സെക്ഷനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഷിപ്പിൽ കയറിയപ്പോൾ ലാഡറിൽ കയറി വേണം പോകാൻ. ആ ലാഡറിൽ കയറിയ സമയത്ത് ഞാൻ സ്ലിപ്പായി ഷിപ്പിൽ വീണ് എനിക്ക് ബോധമില്ലാതായി. അങ്ങനെ എന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ശ്വാസം നിന്നുപോയി. എൻ്റെ ആസ്പത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അത് സുഖമായി ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ധാരണ ഞാൻ തീർന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് ശ്വാസം പോകുന്നില്ല. അപ്പം സുഖമായി ഞാൻ വന്നു. അപ്പോൾ ഞാൻ ധരിച്ച് എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ലെറ്ററൊന്നും അതുവരെ അയച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരെല്ലാം വിഷമിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊന്നും എഴുതാനൊന്നും പറ്റിയില്ല. കാരണം എനിക്ക് വയ്യായിരുന്നു തീരെ. അങ്ങനെ എന്തായാലും സുഖമായി ഞാൻ നാട്ടിൽ വന്നു. ജോലി ചെയ്ത കുറച്ച് നാൾ അവിടെ ഞാൻ ജോലി ചെയ്തുള്ളൂ ആ കമ്പനിയിൽ. പിന്നെ ഞാനൊരു അമേരിക്കൻ കമ്പനിയിൽ കയറി അൾജീരിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ആ രാജ്യത്ത് പോയി. അവിടെ എനിക്ക് ഫുഡൊന്നും എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ എനിക്ക് ക്യാൻറ്റീൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഛർദ്ദിക്കണോ തോന്നും. കാരണം ആ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ എന്നോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ ആഹാരം കഴിക്കാൻ നീ ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ നാട്ടിൽ പോയിക്കൊള്ളൂ, അതാ നല്ലത്. ഞാനങ്ങനെ എനിക്ക് പരിചയമുള്ള നമ്മുടെ മലയാളി ഒരു ജോർജ് എന്ന് പറഞ്ഞ ലേബർ ഓഫീസർ, ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാറേ എന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ വിടണം, എനിക്ക് ഈ ആഹാരമൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അബുദാബിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ബോംബെയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്തതായിട്ടാണല്ലോ ഇതിവിടെ റെക്കോർഡ് നിങ്ങളുടെ. അപ്പോൾ ബോംബെക്ക് ടിക്കറ്റ് തരാം നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ബോംബെക്ക് ടിക്കറ്റ് തന്നു. ഞാൻ അബുദാബിയിൽ ഇറങ്ങി. അതുവഴി അബുദാബിയിൽ എനിക്ക് വിസ ഉണ്ടായിരുന്നു. അബുദാബിയിൽ ഞാൻ ബോംബെ ടിക്കറ്റുമായിട്ട് ബോംബെ പോയിട്ട് നാട്ടിൽ വന്നു. 2-3 മാസം ഞാൻ ഇവിടെ താമസിച്ചിട്ട് തിരിച്ച് അബുദാബി തന്നെ പോയി. എനിക്ക് വിസ ഉണ്ടായിരുന്നു. അബുദാബിയിൽ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ ഞങ്ങൾ എല്ലാം കുർബാനയ്ക്കും പോകുമായിരുന്നു. അവിടുത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ ജീവിക്കാൻ പറ്റിയത്. പക്ഷേ നമുക്ക് പരസ്യമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥനയെല്ലാം രഹസ്യമായിട്ടാണ്. പരസ്യമായിട്ട് അവിടെ പ്രാർത്ഥന പാടില്ലായിരുന്നു. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൈപ്പ് മുറിക്കുമായിരുന്നു അവിടെ ഒരു ജോലിക്കാരൻ. അപ്പം ഞാൻ ആ പൈപ്പിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. ആ പൈപ്പ് വന്ന് എൻ്റെ ശരീരഭാഗത്തോടെ വീണ് എല്ലാവരും അതിശയിച്ചു പോയി. എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ അടുത്ത് നിൽക്കുമായിരുന്നു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. അവിടെയും എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ഞാൻ സന്തോഷമായിട്ട് നാട്ടിൽ വരാൻ പറ്റി. എനിക്കിങ്ങനെ പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട്. എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. എൻ്റെ ദൈവത്തിനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഞാൻ ഈ വയസ്സിലും ഇത്രയും പ്രായമായിട്ടും ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ കർത്താവിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ ഈശോ അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഞാനും എൻ്റെ കുടുംബം ഇന്നും ജീവിക്കുന്നത് ഈശോയിലാണ്. ഈശോയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. പ്രവാസി ജീവിതത്തിൽ ഈശോയുടെ പരസ്യമായിട്ട് നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു ആ കൺട്രിയിൽ. പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് പോയത്. ഈശോയുടെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ വേറെ ആരുടെയും സഹായം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഈശോയുടെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഈശോയെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. അങ്ങനെ കുറേയെല്ലാം കഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്ക് നല്ലൊരു ജോലി കിട്ടി.
ഞാൻ സൂപ്പർവൈസറെ ഫോർമാനായിട്ട് വർക്ക് ചെയ്തൊരു കമ്പനിയിൽ. ആ സമയത്തൊന്നും എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു 10 വർഷം ഞാൻ സുഖമായ ജോലിയായിരുന്നു എനിക്ക്. ആദ്യകാലങ്ങളിൽ വളരെ പ്രയാസത്തിലായിരുന്നു കടന്നുപോയത്. പിന്നെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു കമ്പനിയിൽ, ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ഫോർമാനായിട്ട് കിട്ടി. അവിടുന്ന് പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ബൈബിള് അവിടെ വായിക്കില്ല, കൊണ്ടുപോയിട്ടില്ല. ബൈബിൾ കൊണ്ടുപോകാൻ അനുവാദമില്ലായിരുന്നു, എയർപോർട്ടിൽ പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ബൈബിൾ കൊണ്ടുപോയിട്ടില്ല. പ്രാർത്ഥന ഞങ്ങൾ റൂമിൽ താമസിക്കുന്നവരെല്ലാം കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലും. ഞങ്ങൾ 5-6 ആൾക്കാർ കൂടി ഒരു റൂമിലിരുന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പരസ്യമായിട്ട് ഓപ്പണായിട്ട് വളരെ ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ വളരെ സൗണ്ട് കുറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് കാശ്മീരിൽ, ഡൽഹിയിലെ അഡ്രസ്സിലായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത ഉടൻ തന്നെ എനിക്ക് ടെലഗ്രാം വന്ന് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്ന് ഡൽഹിയിൽ. ഞാൻ ഡൽഹിയിൽ ചെന്നു. അവിടെ ഓഫീസിലിരിക്കുന്ന മലയാളിയായിരുന്നു, ജോണെന്ന് പറയും. പുള്ളിയെ പറഞ്ഞ് 1500 കിലോമീറ്റർ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ കാശ്മീരിൽ പോകണമെങ്കിൽ 1500 കിലോമീറ്റർ ഉണ്ട്, ചിലവെല്ലാം ഞങ്ങൾ തരും. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാശ്മീരിൽ ഞാൻ പോകാനാണ്. അപ്പോൾ ഞാൻ ബൈബിളെടുത്ത് തുറന്നപ്പോഴെനിക്ക് കിട്ടുന്ന വചനം, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതാണ് എനിക്ക് കിട്ടുന്ന വചനം. ഞാൻ അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് കാശ്മീരിൽ പോകുന്നത്. ഡൽഹി ചെന്നിട്ട് ഞാൻ കാശ്മീരിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച്, എൻ്റെ ദൈവമേ, ഞാൻ ഒരു കാരണവശാലും ഈ കാശ്മീരിലേക്ക് വരരുതായിരുന്നു. കാരണം എൻ്റെ യാത്ര അത്ര ദുരിതമല്ല. ഇങ്ങനെ കയറി പോവുക. ഒരു ലേശം തെറ്റിപ്പോയെങ്കിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പ്രായത്തിൽ ഒരു കാരണവശാലും ഞാൻ ഈ കാശ്മീരിലോട്ട് വരരുതായിരുന്നു. പക്ഷേ അവിടെ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചത് ആ യാത്രയിൽ. തിരിച്ച് ഞാൻ വരുമ്പോൾ ഇതേ തന്നെ ആണല്ലോ അങ്ങോട്ട് പോകേണ്ടതെന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു. എന്തായാലും ഈ യാത്രയല്ല എനിക്ക് സുഖമായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. എനിക്ക് ഒരാപത്തും ഉണ്ടായിട്ടില്ല. കാശ്മീരിൽ പോയിട്ടും എനിക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്ന ഭയപ്പാട് എൻ്റെ മനസ്സിൽ. ഈ വണ്ടി ഒന്ന് ചരിഞ്ഞു പോയാൽ തീർന്നില്ലയോ. അങ്ങനെ എന്തായാലും തിരിച്ചു വന്നു. ഇതുവരെ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എൻ്റെ ഈശോയെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഒരു ദിവസം പോലെ ഞങ്ങൾ പ്രാർത്ഥന മുടക്കില്ല. ഞങ്ങൾ ഈശോ എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നത്. കറക്റ്റ് 6 മണിക്ക് ഇവിടെ നിന്ന് ഡ്യൂട്ടി സ്ഥലത്തെത്തണം. ഫസ്റ്റ് ഷിഫ്റ്റാണ്. അപ്പം നേരത്തെ ഞാനൊരു ഫോർമാനായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാവരെയൊക്കെ നേരത്തെ അവിടെ എത്തി താമസിച്ച് വരുന്നവരെ ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് നിർത്തും. ഒരു കാരണവശാലും ലേറ്റായി വരുന്നവരെ ഞാൻ കയറ്റത്തില്ലായിരുന്നു. അങ്ങനെ എന്നോട് പലർക്കും വൈരാഗ്യമായി. എങ്കിലും ഞാനിതൊന്നും കണക്കിലെടുത്തില്ല. കാരണം എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അവരോട് പറയുമായിരുന്നു, കമ്പനി ഉണ്ടെങ്കിലേ നമ്മളുണ്ടെങ്കിലേ കമ്പനിയുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ ജോലി എടുത്താൽ നമുക്ക് ജീവിക്കാം. കമ്പനി ഇല്ലാതെ വന്നാൽ നമ്മളെല്ലാം നാട്ടിൽ പോകണം. അപ്പം പലർക്കും ഒരു സൂത്രത്തിൽ നിന്നിങ്ങനെ പോകണമെന്നുള്ള മനസ്ഥിതിയാണ്. അത് പാടില്ല, അത് പറ്റത്തില്ലെന്ന് ഞാൻ പറയും. ഒരു കാരണവശാലും പറ്റത്തില്ല. ശരിക്കും ജോലി എടുക്കണം. അതെനിക്ക് നിർബന്ധമാണ്. കളിച്ചു ആടിയും നടക്കാൻ പറ്റില്ല. അങ്ങനെ പലർക്കും എന്നോട് വിദ്വേഷം ഉണ്ടായി. അവസാനം ഞാനൊരു ജോലി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോരുന്നു.
ഇതാണ് എൻ്റെ അനുഭവം. ആദ്യം ഞാൻ ഇവിടുന്ന് ഇന്ന് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. സാലറിയൊക്കെ വളരെ കുറവായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി. അവസാനം അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു സമരത്തിൽ ഇടപെട്ടു. കമ്പനിക്കാരൻ ഞങ്ങളെ നാട്ടിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അവിടെ ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്നു. അവസാനം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ നടത്തി. ഞാൻ പാസ്സായപ്പോൾ എന്നെ അൾജേരിയയ്ക്ക് വിട്ടവർ. ഞാൻ അൾജേരിയ ചെന്നപ്പോഴാണ് എനിക്ക് ഭക്ഷണത്തിൻ്റെ എനിക്ക് ശരിയാകുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ആപ്പിളും ഓറഞ്ചൊന്നും കഴിച്ച് നിന്നാൽ പറ്റത്തില്ല, ആഹാരം ഒന്നും കഴിച്ചാലേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാനങ്ങനെ എന്തായാലും ഒരു പരുവത്തിൽ അവിടുത്തെ ലേബർ അവസരം പിടിച്ച് എനിക്കൊരു ടിക്കറ്റ് തന്നു. ഞാൻ ആ ബോംബെക്ക് പോരുന്നു. പിന്നീട് എനിക്ക് 10-12 വർഷം നല്ല സുഖമായ ജോലിയായിരുന്നു. യാതൊരു പ്രശ്നവും എനിക്കുണ്ടായില്ല. ഞാൻ സന്തോഷവാനായിട്ട് ജീവിച്ചവിടെ. ബിലാൽ ഷീ പ്ലാന്റിൽ നിന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്താണ് ഞങ്ങൾ ഗൾഫിൽ പോയത്. അപ്പം ഗൾഫിൽ പോകുമ്പോൾ ഏതാണ്ട് ആനയാണെന്നൊക്കെ ഞങ്ങൾ ധരിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ ശമ്പളമൊക്കെ വളരെ കുറവ്. അവർ കുറേ കഷ്ടപ്പെട്ട ജോലിയായിപ്പോയി. പറഞ്ഞുകൊണ്ട് പോകുന്ന ജോലിയൊന്നും അല്ല അവിടെ തരുന്നത്. നമ്മളെല്ലാ ജോലിയും ചെയ്യണം. അങ്ങനെ 1 മാസം 2 മാസം അവിടെ ഞാൻ വർക്ക് ചെയ്തുള്ള ആ കമ്പനിയിൽ. പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. വർക്ക്ഷോപ്പിലായിരുന്നു. ചൂട് കൊള്ളണ്ട, ഒന്നും ചെയ്യണ്ട. ജോലി ചെയ്തുകൊണ്ടിരിക്കവേ പിന്നെ ഓഫീസിനകത്ത് കയറി AC-യിലൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു 10 വർഷം ഞാൻ സുഖമായിട്ട് നല്ല ഇതായിരുന്നു എനിക്ക്. 10 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. പ്രാർത്ഥിക്കാൻ അങ്ങനെ സമയമൊന്നും കിട്ടത്തില്ല. നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനേ പറ്റൂ. അവിടെ ഓപ്പണായിട്ടൊന്നും ആരെയും പ്രാർത്ഥിക്കാനൊന്നും അനുവദിക്കത്തില്ല. അതൊന്നും ആരും അറിയാതെ തന്നെ പ്രാർത്ഥിക്കും. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാതാവിനെയും കർത്താവിനെയൊക്കെ വിളിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ്. ഓപ്പണായിട്ട് നമുക്ക് അവിടെ പ്രാർത്ഥിക്കാനൊന്നും സൗകര്യപ്പെടത്തില്ല, പാടില്ല അവിടെ. അതാണ് നിബന്ധന. വെള്ളക്കാരൻ്റെ കമ്പനിയാണെങ്കിലും അതൊന്നും അവിടെ പാടില്ല. ഞങ്ങളുടെ കമ്പനിയിലെ വെള്ളക്കാരനൊക്കെ നമുക്ക് നല്ല അനുഭവമായിരുന്നു. യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പറയുന്ന വർക്കൊക്കെ നമ്മൾ ജയിച്ചാൽ വെള്ളക്കാരന് വലിയ കാര്യമോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു നമുക്ക്. കുട്ടിക്കാലത്ത് ഞാൻ കോഴിള പള്ളിയിൽ ആൾട്ടർ പോയിട്ട് വർക്ക് ചെയ്ത്. ഈ കോഴിള പള്ളിയിൽ നല്ലപോലെ പാടുമായിരുന്നു. പള്ളിയിലെ പാട്ടുകാരനൊക്കെ ആയിരുന്നു ഞാൻ. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേത കേഴും നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ.
ഗൾഫിലൊന്നും സൗണ്ട് കൂട്ടി പാടാൻ പറ്റില്ല. ആ റൂമിനകത്ത് കഥ അടച്ചിരുന്ന് AC ഒക്കെ ഓൺ ചെയ്ത് സൗണ്ട് പുറത്ത് പോകാത്ത രീതിയിലാണ് പാടുന്നത്. ഞാനന്ന് അവിടെ റൂമിനകത്ത് നല്ല പാട്ടുകാരനൊക്കെയാണ്. പക്ഷേ നമ്മുടെ മതപരമായ പാട്ടൊക്കെ പാടുമ്പോൾ വളരെ സൗണ്ട് കുറച്ച് ശരിയാണ്, ഫീലിംഗ് ഉണ്ട് മനസ്സിലാണ്, ആരെങ്കിലും കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു അനക്കം വാതിലിൻ്റെ അടുത്ത് കേട്ട ആ പാട്ടങ്ങ് നിർത്തും ഞങ്ങൾ ഉടനെ. ഞാൻ ഈ വിവാഹം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സ്ത്രീധനത്തോട് എതിർപ്പായിരുന്നു. അന്ന് എനിക്ക് 27 വയസ്സുള്ള ഞാൻ വിവാഹം ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, എനിക്ക് വിവാഹം ആലോചിക്കുന്നവരോട് ഞാൻ പറയും, സ്ത്രീധനം ഞാൻ വാങ്ങില്ല, എനിക്കതിനോട് അലർജിയാണ്. സ്ത്രീധനത്തിൻ്റെ കാര്യം ഒഴിച്ചു ബാക്കി എന്ത് കാര്യം വേണമെങ്കിലും പറയാം. ഈ സ്ത്രീധനം, ഈ സ്വർണം, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എനിക്ക് ആരോടും താല്പര്യമില്ല ഇതൊക്കെ ചോദിച്ചു വാങ്ങണമെന്നുള്ളത്. ഞാൻ അങ്ങനെ സ്ത്രീധനമൊന്നും വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഈ വിവാഹം ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് കല്യാണാലോചന കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ പെണ്ണ് കാണാൻ ഞങ്ങൾ പോകുമ്പോഴാണ് അവിടെ ചെന്ന് എൻ്റെ വൈഫ് എനിക്ക് അന്ന് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എനിക്ക് ചായ കൊണ്ടുവന്നു. അപ്പോൾ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞ്, ചായയൊക്കെ കുടിച്ച് കയറുന്നപ്പോൾ എൻ്റെ അപ്പനുണ്ടായിരുന്നു, വിലയിൽ വെച്ചായിരുന്നു. ഞാൻ പറഞ്ഞ് പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്കേർട്ടും ബ്ലൗസും ഇട്ട് ഒരു പെൺകുട്ടി എനിക്ക് ചായ കൊണ്ടുവന്നു. ഞാനാ പറഞ്ഞ് പെൺകുട്ടിയെ ഒന്ന് കാണണം. അന്നേരം ആ വീട്ടുകാർ പറഞ്ഞ പെൺകുട്ടി, ആ ചായ കൊണ്ടുവന്ന പെൺകുട്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടി. ഞാൻ പറഞ്ഞു അത് ശരി. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ കാണിച്ച് എന്താ വേണമെന്ന്. ഞാൻ പറഞ്ഞ അപ്പനോട് പറഞ്ഞ് നമുക്ക് പുറത്ത് പോകാം, പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വന്ന് ഞാൻ അപ്പനോട് ചോദിച്ചു എന്തോ പറയുന്നു. അപ്പൻ എന്നോട് ചോദിച്ചു എന്തോ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വിട്ടുകളാ, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പം ഈ പെൺകുട്ടിക്ക് പ്രായമില്ലായിരുന്നു, പ്രായക്കുറവാണ്. എൻ്റെ വയസ്സുമായിട്ട് വളരെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. വൈകുന്നേരമായപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ വന്നു. 2 ആൾക്കാർ വന്നു, ചേട്ടനും അവരെ ചേട്ടന്മാർ 2 പേര്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഏറ്റവും വലിയ ഇതാണ് നിങ്ങൾക്ക് ഈ പെൺകുട്ടി കിട്ടിയ ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും ആ ഒരു ഭാഗ്യം ഉണ്ട്, അവസാനം വരെ കിട്ടും ഞാൻ വിശ്വസിക്കുക. ഞങ്ങൾക്ക് യാതൊരു തർക്കവും വഴക്കും അടിയും ബഹളവും ഒന്നുമില്ല, സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഞാൻ ഇപ്പോഴും അത് ആലോചിക്കും, മനസ്സിലെപ്പോഴും ഞാൻ ചിന്തിക്കും, എനിക്ക് കിട്ടിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ വൈഫ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വഴക്കുമില്ല, വക്കാണമില്ല, ഒന്നുമില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞ് സ്ത്രീധന പ്രശ്നങ്ങളൊന്നും എന്നോട് പറയരുത്, എനിക്ക് താല്പര്യമില്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ പൈസ ഒന്നും വാങ്ങിക്കത്തില്ല, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പൻ എന്നെ നാട്ടിൽ പോയി. എന്നോട് പറഞ്ഞ് കല്യാണത്തിനൊന്നും വരുത്തില്ല. പിന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് അപ്പോൾ അവർ പറഞ്ഞ് പെൺകുട്ടിക്ക് പ്രായക്കുറവാണെങ്കിൽ 1 വർഷം നമുക്ക് നീട്ടിവെക്കാമെന്ന് പറഞ്ഞു. കല്യാണം 1 വർഷം നീട്ടിവെച്ച്. അതിനുശേഷം അവർ വന്നിട്ട് പറഞ്ഞു 1 വർഷത്തോളം ആകാൻ പോകുന്നു, നമുക്ക് കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ നടക്കട്ടെ എന്ന്. എൻ്റെ ചേട്ടനുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു എൻ്റെ കൂടെ അവിടെ. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം 1.25 വർഷം കഴിഞ്ഞപ്പം എനിക്കൊരു കുട്ടി ജനിച്ചു, മോള്, എൻ്റെ മകള്. ഇപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നീട് എനിക്ക് 3 ആൺമക്കളെയാണ് കിട്ടിയത്. എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും. എൻ്റെ കുടുംബത്ത് ആർക്കും സ്വത്തിനോട് ഒരു ആർത്തിയുള്ള മക്കളല്ല എൻ്റെ മക്കൾ.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്വത്തിന് വേണ്ടി ആർക്കും ഒരു വഴക്കുമില്ല, വക്കാണോ ഇല്ല, ഒന്നുമില്ല. എൻ്റെ മൂത്തമ്മ മരിച്ചുപോയി, ക്യാൻസർ രോഗിയായിരുന്നു. അവർക്ക് 3 പെൺമക്കളുണ്ട്. മൂത്തയാൾ MTech പാസ്സായി ടാറ്റ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ MBBS പഠിക്കുന്നു പാലക്കാട്ട്. ഇളയാൾ +2 പഠിക്കുന്നു. അത് മൂത്തമ്മൻ്റെ ചരിത്രം അങ്ങനെ. ദൈവം തന്നെ, കുടുംബം തന്നെ എനിക്ക് ദൈവം തന്ന കുടുംബം തന്നെ. എൻ്റെ കുടുംബത്തെ ദൈവം നിലനിൽക്കുന്നുകൊണ്ടാണ് എൻ്റെ കുടുംബത്തെ സ്വത്തിനോടും ആർക്കും ആർത്തിയില്ലാത്തത്. സ്വത്തിനോടൊന്നും ഒരാർത്തിയില്ല എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്കില്ല, എനിക്കുമില്ല. ഈ ബുദ്ധിമുട്ടെല്ലാം ഞാൻ സഹിച്ച് നാട്ടിൽ വരാനിടയായത് എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ്. എൻ്റെ വീട്ടിൽ സമാധാനവും ശാന്തിയും സമാധാനവും ഉള്ളതുകൊണ്ടാണ് എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയത്. ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻമക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേത കേഴും നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻമക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ.